നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ഗുരുപൂജ രാജ്യത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്നും അതിൽ തെറ്റില്ലെന്നും ഗവർണർ രാജേന്ദ്ര അർലേക്കർ. ഗുരുപൂർണിമ ദിനത്തിൽ വിവിധ സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് വിരമിച്ച അധ്യാപകരുടെ പാദപൂജ ചെയ്യിച്ച സംഭവം വിവാദമായ പശ്ചാത്തലത്തിലാണ് ഗവർണറുടെ പരാമർശം. ബാലഗോകുലത്തിൻ്റെ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാർത്തകൾ വിശദമായി. സ്കൂളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് കാല് കഴിപ്പിച്ച സംഭവം ഞെട്ടിക്കുന്നതാണെന്നും ആധുനിക കേരളത്തിൽ നടക്കാൻ പാടില്ലാത്തതാണെന്നും മന്ത്രി വി ശിവൻകുട്ടി. സംഭവം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അന്വേഷിക്കുമെന്നും മാനസിക പീഡനത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണെന്നും കുറ്റക്കാർ ശിക്ഷ നേരിടേണ്ടി വരുമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സ്കൂൾ വിദ്യാർത്ഥികളെ കൊണ്ട് BJP ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ ഉള്ളവരുടെ കാൽ കഴിപ്പിച്ച നടപടിയെ ന്യായീകരിച്ച ഗവർണർ കേരളത്തിന് നാണക്കേടാണെന്ന് AIC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP അഭിപ്രായപ്പെട്ടു. ഗവർണർ രാജേന്ദ്ര അർലേക്കർ കേരളത്തെ ഇരുണ്ട യുഗത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെന്നും KC വേണുഗോപാൽ ആരോപിച്ചു. സംസ്ഥാനത്തെ ചില സ്കൂളുകൾ വിദ്യാർത്ഥികളെ കൊണ്ട് പാദപൂജ എന്ന പേരിൽ കാൽ കഴിയിച്ച സംഭവത്തിൽ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ മുഖ്യമന്ത്രിക്ക് ഔദ്യോഗികമായി പരാതി നൽകി. RSS നിയന്ത്രണത്തിലുള്ള സ്കൂളുകളിലാണ് ഇത്തരം അപരിഷ്കൃത നടപടികൾ നടക്കുന്നതെന്ന് KSU കത്തിൽ ചൂണ്ടിക്കാട്ടി. സംസ്ഥാന സർക്കാർ എഞ്ചിനീയറിംഗ് പ്രവേശന നടപടികൾ ആരംഭിച്ചെങ്കിലും ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് കേരള സിലബസുകാർ ഇന്ന് സുപ്രീം കോടതിയെ സമീപിക്കും. റാങ്ക് പട്ടികയിലെ 10 വിദ്യാർത്ഥികളുടെ പേരിലാവും ഹർജി. കേസിൽ അടിയന്തര വാദവും തീർപ്പും വേണമെന്ന് ഹർജിക്കാർ അഭ്യർത്ഥിക്കും. ഈ വർഷത്തേക്ക് +2 മാർക്ക് പരിഗണിക്കുന്ന ഒഴിവാക്കി പ്രവേശന പരീക്ഷയിലെ മാത്രം മാർക്ക് അടിസ്ഥാനമാക്കി റാങ്ക് നിർണ്ണയിക്കണമെന്ന ആവശ്യം ഉന്നയിക്കും. കീം പരീക്ഷാ വിഭാഗത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവിനെ പരിഹസിച്ച് EK വിഭാഗം സമസ്ത മുഖപത്രമായ സുപ്രഭാതം. എവിടെ പോയാലും വീട് തലയിലേറ്റുന്ന മന്ത്രി തൽക്കാലത്തേക്ക് അതൊന്ന് ഇറക്കി വെച്ച് വിദ്യാർത്ഥികളെ ഓർക്കണമെന്നും മന്ത്രിയുടെ പഴയ ഇംഗ്ലീഷ് പരാമർശം ചൂണ്ടിക്കാട്ടി സുപ്രഭാതം പരിഹസിച്ചു. വിദഗ്ധ സമിതി റിപ്പോർട്ടുണ്ടായിട്ടും അതിൽ പറയാത്ത കാര്യങ്ങളാണ് മന്ത്രി നടപ്പാക്കിയെന്നും ഉന്നത വിദ്യാഭ്യാസം കുളം തോണ്ടിയ സ്ഥിതിയിലായി എന്നും മുഖപ്രസംഗം വിമർശിച്ചു. കേരള സർവകലാശാല വിദ്യാർത്ഥി പ്രക്ഷോഭം തടയണമെന്ന് ഹൈക്കോടതിയിൽ ഹർജി. സർവകലാശാല സമരക്കാർ യുദ്ധക്കളമാക്കിയെന്നാണ് ആക്ഷേപം. പൊതുതാൽപര്യ ഹർജിയുമായി എറണാകുളം സ്വദേശിയാണ് കോടതിയെ സമീപിച്ചത്. സുരക്ഷ ഉറപ്പാക്കാൻ DGPക്ക് നിർദ്ദേശം നൽകണം എന്നാണ് ആവശ്യം. ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചേക്കും. SFI, KSU, ASF അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളെ എതിർകക്ഷിയാക്കിയാണ് ഹർജി. SFIയെ പുകഴ്ത്തിയും യൂത്ത് കോൺഗ്രസിനെ വിമർശിച്ചും മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ SFI ശുഭിത യൗവനത്തെ കൂടെ നിർത്തുകയാണെന്നും എന്നാൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ TVയിൽ കാണാമെന്നും അദ്ദേഹം പറഞ്ഞു. ദാനം കൊടുത്തില്ലെങ്കിലും യൂത്ത് കോൺഗ്രസുകാരെ പട്ടിയെ വിട്ട് കടുപ്പിക്കാൻ ശ്രമിക്കരുതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് KC ജോസഫ്. യൂത്ത് കോൺഗ്രസിനെ പരസ്യമായി പരിഹസിച്ച PJ കുര്യന് മറുപടിയുമായി യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ഉപാധ്യക്ഷൻ ഫർസിൻ മജീദ്, രാജ്യസഭാ ഉപാധ്യക്ഷൻ, ചീഫ് കേന്ദ്രമന്ത്രി തുടങ്ങിയ സ്ഥാനങ്ങളെല്ലാം വഹിച്ചുള്ള കുര്യൻ സാറ് കേന്ദ്രത്തിൽ കോൺഗ്രസിന് അധികാരം നഷ്ടമായതുകൊണ്ട് മാത്രം പത്തനംതിട്ടയിൽ വന്ന് യൂത്ത് കോൺഗ്രസ് പോരാ എന്ന് പ്രസംഗിച്ചത് ഉൾക്കൊള്ളാൻ പറ്റില്ലെന്നാണ് ഫർസിൻ മജീദ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അഭിപ്രായപ്പെട്ടത്. കോൺഗ്രസ് MP ശശി തരൂരിന്റെ വിമർശനമായി രാജ്മോഹൻ ഉണ്ണിത്താൻ MP കഴിഞ്ഞ കുറേ കാലങ്ങളായി ശശി തരൂരിന്റെ നിലപാട് ദുരൂഹമാണെന്നും അദ്ദേഹം സ്വയം പുറത്തുപോകട്ടെ എന്ന കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിലപാട് സ്തുതാർഹമാണെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. വയനാട് പുനരധിവാസ ഫണ്ട് വിവാദത്തിൽ യൂത്ത് കോൺഗ്രസ് നടപടി നിശ്ചയിച്ച തുക പിരിച്ചെടുക്കാതെ നിയോജക മണ്ഡലം പ്രസിഡന്റുമാരെ സസ്പെൻഡ് ചെയ്തു. 5 ജില്ലകളിലെ 11 നിയോജക മണ്ഡലം പ്രസിഡന്റുമാരെയാണ് ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയത്. പാലക്കാട് ജില്ലയിൽ രണ്ടാമതും നിപ രോഗം കണ്ടെത്തിയ സാഹചര്യത്തിൽ 6 ജില്ലകളിലെ ആശുപത്രികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, തൃശൂർ ജില്ലകളിലെ ആശുപത്രികൾക്കാണ് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. നിപ ലക്ഷണങ്ങളോട് കൂടിയ പനി, മസ്തിഷ്ക ജ്വരം എന്നിവ ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് നിർദ്ദേശം നൽകിയത്. പാലക്കാട് സ്വകാര്യ ആശുപത്രിയിൽ മരണമടഞ്ഞ 57 വയസ്സുകാരന്റെ സമ്പർക്ക പട്ടിക തയ്യാറാക്കിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. 46 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. CCTV ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിച്ച് വയോധികന്റെ റൂട്ട് മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. മൊബൈൽ ടവർ ലൊക്കേഷൻ ഉൾപ്പെടെ എടുത്ത് കൂടുതൽ നിരീക്ഷണം നടത്തും. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള സ്ഥിരീകരണം ലഭ്യമെന്ന മുറയ്ക്ക് കൂടുതൽ നടപടികൾ സ്വീകരിക്കും. മുണ്ടക്കൈ ചുരൽമല പുനരധിവാസ പദ്ധതിക്ക് മുസ്ലിം ലീഗ് ഭൂമി വാങ്ങാൻ മാർക്കറ്റ് വിലയുടെ ഇരട്ടിലധികം തുക നൽകിയെന്ന് ആരോപണം. PM കുസും പദ്ധതിയിൽ അനർട്ടിൽ നടന്നത് ആസൂത്രണ അഴിമതിയെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കേരളത്തിൽ BJPയുടെ ഇനിയുള്ള മത്സരം ജയിക്കാൻ വേണ്ടിയെന്നും വെറുതെയുള്ള മത്സരങ്ങൾ ഇനി ഉണ്ടാകില്ലെന്നും സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ. സമസ്തയ്ക്ക് വഴങ്ങി സമയപരിഷ്കരണത്തിന് വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറായ സർക്കാർ തീരുമാനം വെറും പ്രീണന രാഷ്ട്രീയമാണെന്ന് ABP സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി R അശ്വതി. വയനാട് ടൂറിസം കേരള ടൂറിസത്തിന് അനിവാര്യമെന്ന് വിനോദസഞ്ചാര പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. മാനന്തവാടി പഴശ്ശി പാർക്കിൽ വയനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി 1.20 കോടി രൂപ ചെലവഴിച്ച് നടപ്പാക്കിയ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ചെയ്ത് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PK ശശിയുമായുള്ള സഹകരണത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് നേതാവ് ദുൽ കിഫിൽ. സുരേഷ് ഗോപി നായകനായി എത്തുന്ന JSK തിയേറ്ററുകളിലേക്ക് ചിത്രം ജൂലൈ 17 തിയേറ്ററുകളിൽ എത്തും. സംവിധായകൻ പ്രവീൺ നാരായണനാണ് റിലീസ് വിവരം പങ്കുവച്ചിരിക്കുന്നത്.
ചരിത്രപ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്ക് ഭക്തി നിർഭരമായ തുടക്കം. പാർത്ഥസാരഥി ക്ഷേത്രത്തിന് മുമ്പിലെ ആനക്കൊട്ടിൽ ഭദ്രദീപം തെളിയിച്ച് ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. കലയുടെയും സംസ്കാരത്തിൻ്റെയും മലയാളിയുടെ ആതിഥ്യമര്യാദയുടെയും അടയാളമാണ് ആറന്മുള വള്ളസദ്യയെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സൂചിച്ചുള്ള അഭിപ്രായങ്ങളിലും അടിയന്തരാവസ്ഥ വിമർശിച്ചുള്ള നിലപാടിന് ശശി തരൂരിനെ പരിഹസിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ രംഗത്ത്. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിക്ക് വീണ്ടും കത്തെഴുതി മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് കത്തിൽ ആവശ്യപ്പെടുന്നു. ഈ മാസം 16-ന് നിമിഷപ്രിയയുടെ ശിക്ഷ നടപ്പിലാക്കുമെന്നാണ് ജയിൽ അധികൃതർക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഇടപെടലുമായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. യമനിലെ ഒരു മതപുരോഹിതനുമായി ബന്ധപ്പെട്ടാണ് കാന്തപുരം ഇടപെടൽ നടത്തുന്നത്. കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരനുമായും കാന്തപുരം സംസാരിച്ച് ചാണ്ടി ഉമ്മൻ MLAയും വിഷയത്തിൽ കാന്തപുരത്തിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ടിരുന്നു. CPI തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ നിന്ന് നാട്ടിക MLA CC മുകുന്ദൻ ഇറങ്ങിപ്പോയി. പേവിഷ വാക്സിൻ എടുത്തിട്ടും ഏപ്രിൽ മെയ് മാസങ്ങളിലായി 3 കുട്ടികൾ മരിക്കുന്ന സംഭവത്തിൽ വാക്സിൻ ആയിരുന്നില്ല പ്രശ്നമെന്ന് ആരോഗ്യവകുപ്പ്. കുട്ടികൾ ആദ്യം പ്രവേശിച്ച ആശുപത്രിയിൽ വാക്സിനൊപ്പം നൽകേണ്ട ഇമ്മ്യൂണോ ഗ്ലോബുലിൻ ലഭ്യമായിരുന്നില്ല. എന്നാൽ ഇതാണ് മരണകാരണമെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. കഴുത്തിലും തലയിലും കടിയേറ്റിരുന്നാൽ വൈറസ് അതിവേഗം തലച്ചോറിനെ ബാധിച്ചിട്ടുണ്ടാകുമെന്ന് വ്യക്തമാകുന്ന റിപ്പോർട്ട് ആരോഗ്യവകുപ്പ് ബാലാവകാശ കമ്മീഷന് സമർപ്പിച്ചു. കേരളത്തിൽ നിന്നുള്ള BJP നേതാവ് C സദാനന്ദൻ രാജ്യസഭയിലേക്ക്. ഇദ്ദേഹം ഉൾപ്പെടെ 4 പേരെയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത്. രാജ്യസഭയിലെ നോമിനേറ്റഡ് സീറ്റിലുണ്ടായ ഒഴിവിനെ തുടർന്നാണ് ഇത്. നിലവിൽ സംസ്ഥാന BJP വൈസ് പ്രസിഡന്റാണ് സദാനന്ദൻ. സാംസ്കാരിക സ്ഥാപനത്തിൽ പേര് ഉള്ളത് പുന്നയൂർ കുളത്തെ കമലയ സുരയ്യ സ്മാരകം മാത്രമെന്ന് സാമൂഹ്യ പ്രവർത്തകയും സ്വലേസ് സ്ഥാപകയുമായ ഷീബ അമീർ സാഹിത്യ അക്കാദമിയുടെ പ്രധാന വേദിക്ക് MD വാസുദേവൻ നായരുടെ പേരിടാൻ തീരുമാനിച്ചപ്പോഴാണ് ഇത് ചർച്ചയെന്നാൽ വിവാദം ദുഃഖകരമാണെന്നും ആ മഹാപ്രതിഭയോടുള്ള അനാദരവാണെന്നും എഴുത്തുകാരനും അക്കാദമി ഉപാധ്യക്ഷനുമായ അശോകൻ ചൂരിൽ ഫേസ്ബുക്കിൽ പോസ്റ്റിൽ കുറിച്ചു. ഡ്രൈവറുമായി അവിഹിത ബന്ധമുണ്ട ആരോപണത്തിൽ KSRTCയിലെ വനിതാ കണ്ടക്ടർ സസ്പെൻഡ് ചെയ്ത വിവാദ നടപടി പിൻവലിച്ചതിൽ പ്രതികരിച്ച് ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ. KSRTCയിലെ വിവാദമായ സസ്പെൻഡ് നടപടി വിഷയത്തിൽ 2 വശങ്ങളുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ഒന്ന് വ്യക്തിപരവും മറ്റൊന്ന് ജോലിപരവുമായ വിഷയങ്ങളാണ്. ആരുടെയും വ്യക്തിപരമായ വിഷയത്തിൽ KSRTC ഇടപെടില്ല. പക്ഷേ ഇവിടെ തിരുവോണത്തിൽ പിഴവ് പറ്റിയിട്ടുണ്ടെന്നും ഗണേഷ് കുമാർ വിശദീകരിച്ചു. DYFI പ്രവർത്തകൻ കഞ്ചാവുമായി പിടിയിലായി. പത്തനംതിട്ട അടൂർ സ്വദേശി മുഹമ്മദ് സബീറാണ് പിടിയിലായത്. 40 വർഷം മുമ്പ് വരെ 2 പേരെ കൊലപ്പെടുത്തിയെന്ന് ഏറ്റുപറഞ്ഞ് പോലീസ് കീഴടങ്ങിയ വേങ്ങര സ്വദേശി മുഹമ്മദ് എന്ന ആന്റണിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ തിരുവമ്പാടി പോലീസ് രേഖാചിത്രം തയ്യാറാക്കി. കുടഞ്ഞിയിൽ കൊല്ലപ്പെട്ടതായി കരുതുന്ന ആളുടെ രേഖാചിത്രമാണ് മുഹമ്മദിന്റെ സഹായത്തോടെ തയ്യാറാക്കിയത്. മുഹമ്മദിന് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രേഖാചിത്രം തയ്യാറാക്കുന്നത്. തമിഴ്നാട്ടിലെ സ്കൂളുകളിലെ ക്ലാസുകൾ പുതുതായി നടപ്പാക്കുന്ന ബാക്ക് ബെഞ്ച് പരിഷ്കരണത്തിനെതിരെ എതിർപ്പുമായി പ്രതിപക്ഷം. കൈയടിക്കായി മലയാള സിനിമയെ കോപ്പിയടിക്കരുതെന്നും കുട്ടികളുടെ ആരോഗ്യം വെച്ച് കളിക്കരുതെന്നും AIADMK വിമർശിച്ചു. സർക്കാരിന്റെ തിടുക്കപ്പെട്ടുള്ള നടപടിയാണെന്നും കുട്ടികളുടെ കഴുത്തും കണ്ണും വേദനിക്കുമെന്നും അറിയാതെയാണോ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും AIADMK നേതാക്കൾ ചോദിച്ചു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.